എനിക്ക് ശരിക്കും ഐഡിയ ഇല്ലത് ഇനി മനസ്സിലായില്ല. ചൈനയിൽ എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ലൈറ്റ്സൊക്കെ ഉണ്ടോ? ഫാൻ്റെ ലീഫ് ഓർഡർ ചെയ്തിരിക്കുന്ന. ഹലോ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യുന്ന സാധനം എനിക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനല്ല ഇത് ഓർഡർ ചെയ്തതെന്ന്. അല്ല, ഞാനല്ല ഇത് ഓർഡർ ചെയ്ത്. ഞാൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് എന്നാൽ അവര് കുറച്ച് സാധനം ഓർഡർ ചെയ്ത് തരാം. അപ്പൊ അതിനുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കും, എനിക്കിതിൽ എന്താ സാധനം എന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ വന്നപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്, പക്ഷെ ഒന്നും അല്ലേ. സംഭവം ഇന്നാണ് എന്റെ കൈ കിട്ടിയത്. അപ്പൊ എന്താന്ന് അറിയാനുള്ള നല്ല ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ രാത്രി തന്നെ വീഡിയോ ചെയ്യാതിരിക്കുന്നു കേട്ടോ. ഇതിന്റെ അകത്ത് എന്താ നമുക്ക് തുറന്നു നോക്കണം. ഇപ്പൊ നമ്മൾ അൺബോക്സിങ് ചെയ്തിരിക്കണേ. എനിക്ക് ചെറിയ ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോ. എന്തൊക്കെയാ ഓരോന്ന് വെളിയിൽ വെച്ചിട്ട് എന്തൊക്കെയാന്ന് കാണിച്ചു തരാവേ. അപ്പൊ ഇതിൽ കാണുന്ന ഇത് ഫുള്ള് നമ്മൾ ആ ബോക്സിലുള്ള കേട്ടോ. ഫസ്റ്റ് നമുക്ക് ടവൽ തുടങ്ങും. പിന്നെ കുറെ സാധനങ്ങൾ നമുക്ക് മാറ്റിയിട്ട് ഇനി ഓരോന്ന് എന്തൊക്കെയാന്ന് അറിയാം. ഈ കണ്ടപ്പോ കുറച്ച് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, എനിക്ക് ഒട്ടും അറിയാത്ത കുറെ സാധനങ്ങൾ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെയാന്ന് ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റിന്റെ ബോക്സിൽ വരുന്ന ഒരു മൈക്രോഫൈബറിന്റെ തുണിയാണ്. കാറൊക്കെ തുടക്കാൻ യൂസ് ചെയ്യാം. പിന്നെ അതൊരു ആവശ്യമില്ലാത്ത കാര്യം. പിന്നെ ഉള്ളത് ഗ്ലാസ് കേട്ടോ. മഴ പെയ്യുമ്പോഴൊക്കെ നമുക്ക് സൈഡ് മിററിൽ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു ഐറ്റം വരുന്നത്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു കവറാന്ന് തോന്നുന്നു. കവറല്ല, ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സംഭവം. ബാഗ് ആട്ടോ. അതാ അങ്ങനെ വരുന്നത്. ചൈനയിൽ എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ചൈന പ്രൊഡക്റ്റ് ആണെന്നാ തോന്നുന്നത്. അപ്പൊ പയ്യെ സിബൊക്കെ വലിക്കാൻ പറ്റില്ല. അതിന് അത്ര ക്വാളിറ്റിയിൽ സിബ് വരുന്നില്ല. അകത്ത് പിന്നെ ചൂടാറാണ്ടിരിക്കാനാവുന്നു. ഇപ്പമായിരിക്കും വിചാരിക്കാൻ ചൈനയാണെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതാ നമ്മുടെ ആ ബാഗ്. ഇപ്പൊ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഐസ് ഉണ്ടാട്ടോ. ഇത് എന്റെ ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കയ്യിലില്ല. ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇത് യൂസ് ആവും തോന്നുന്നു. വേറെ ഒന്നും എനിക്ക് കണ്ടാൽ പ്രത്യേകിച്ച് യൂസ് ഒന്നും തോന്നിയില്ല എനിക്ക് പേഴ്സണലി. നെക്സ്റ്റ് വരുന്ന ഒരു ടോർച്ചിന്റെ പിക്ചറൊക്കെയാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോർച്ച്. പക്ഷെ ഈ സൈഡിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ എന്തോ ഒരു ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ റിങ് ആവുന്നുണ്ട്. അതെന്തോന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് അറിയുന്നില്ല. പറഞ്ഞോ എങ്ങോട്ട് മാറ്റിനെ. ഇത് സൈഡിലൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. അത് ബാക്കിലാക്കുമ്പോ ഈ ഒരു സാധനം പുറത്ത് വരും. ഇങ്ങനെ ആക്കുമ്പോ കൈ നല്ല പെട്ടടി. ഇത് ചാർജ് ആവും ഓട്ടോമാറ്റിക്കലി. ബാറ്ററിന്റെ ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആക്കുമ്പോ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, സെറ്റ് കൊള്ളാം. ബാറ്ററി ഇല്ലെങ്കിൽ വർക്കോ അതിന്റെ പവർ ഉണ്ടോ. ചോക്ലേറ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എടുക്കാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. കുറെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിക്ചർ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? സംഭവം സൺമിനിന്റെ നെയിൽ ലാമ്പാണ്. എന്താന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്കൊരു ഐഡിയ ഇല്ല, ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അയ്യോ, എനിക്ക് ശരിക്കും ഐഡിയ ഇല്ലത് എന്താന്ന് ഇനിയും മനസ്സിലായില്ല. ആർക്കെങ്കിലും അറിയുമായിരിക്കും വിചാരിക്കണം. അടിയിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ടോ കേട്ടോ. എന്ത് സാധനം ശരിക്കും എന്താ? അപ്പൊ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതെന്താന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിപ്പോ കണക്ട് ചെയ്തപ്പോ ലൈറ്റ് ഒക്കെ അടിയിൽ കത്തുന്നുണ്ട്. ഇതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ബോക്സിൽ വല്ലതും ഉണ്ടോന്ന് പറഞ്ഞ ബോക്സ് അടിച്ച് വെറുക്കുന്നേ.
ബോക്സിൽ കൊടുക്കുന്ന UV LED നെയിൽ ലാമ്പാണ്. നെയിലിന് എന്തിനാപ്പോ ലൈറ്റ് ഒക്കെ എന്തിനാ? കൈക്കൊന്ന് ചൂടാവാനായിട്ട്. ഇച്ചിരി ചൂട് വരുന്നുണ്ട്, പക്ഷെ ആ ചൂടോടെ നെയിൽ പോളിഷ് ഉണങ്ങാനായിരിക്കാം മിക്കവാറും നെയിൽ ലാമ്പ്. നമുക്ക് അങ്ങനെ ഊഹിച്ചെടുക്കാം, അതായിരിക്കും. ഇവര് കുറെ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവമാണ് വൈറ്റ്. ഇച്ചിരി ആ ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്, പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് എന്താന്ന് നോക്കാം. ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല നോക്കാനും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഷൂസ് ഡ്രയർ. ഡോണ്ട് യൂസ് ദി ഡ്രയർ ഇഫ് ദർ ഈസ് വാട്ടർ ഇൻ ദി ഷൂ. വെള്ളമുണ്ട് ഈ ഷൂവിൽ ട്രൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നേ. പിന്നെ എന്തിനാ നമ്മൾ ഡ്രയർ വാങ്ങുന്നതെന്ന് അറിയില്ല. അപ്പൊ എന്താ അകത്തെന്താന്ന് നോക്കാം. ഇതില് പിന്നെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വരെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിലാട്ടാ. ഫാന്റെ ലീഫാണ് ഒന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഡ്രൈ ചെയ്യാൻ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതെന്ന് അറിയില്ല. ഒരു ഫ്ലഗും ഉണ്ട്. എന്ത് ഫാനാ ഇതിങ്ങനെ ഷൂ ഡ്രൈ ചെയ്യാ? ഇതിപ്പോ എന്ത് ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോ ഫ്ലഗ് കുത്തിയിട്ട് കറണ്ട് ഓൺ ചെയ്തിട്ട് ഷൂവിന്റെ അകത്തിരുന്നു ഷൂ കത്തോ ക്ലീൻ ആവോ ഒന്നും അറിയില്ല. പക്ഷെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഇതിൽ കൊടുത്തിട്ടില്ല. അതാണ് ഇതിൽ പൊട്ട തെറ്റ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം. എന്തൊക്കെ സാധനങ്ങൾ ഇറക്കുന്നത് നമ്മളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന സാധനങ്ങൾ. നെയിൽ പോളിഷിന്റെ എന്തിനാ ഡ്രയർ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഉണക്കാനൊക്കെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. പിന്നെ ഈ സംഭവം യൂസ് ചെയ്യുന്ന എന്തായാലും ഓർഡർ ചെയ്ത സ്ഥിതിക്ക് ഇതൊന്ന് ഒരു തവണ യൂസ് ചെയ്ത് നോക്കാം. ഇനി ഇതൊക്കെ പുതിയതായി വരുന്നതായിരിക്കും തോന്നുന്നു. കുറച്ചും കൂടെ ഡെവലപ്പ് ആകുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരികയായിരിക്കും. നമുക്കൊരു ക്രൈസിൽ നമ്മളൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടാവുക. ഇപ്പൊ റിവ്യൂ ഇതെങ്ങനെ പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാം.